പ്രൈസ് ദ ലോർഡ്. സ്തോത്രം, നന്ദി. എല്ലാ സഹോദരിമാരും സഹോദരന്മാരും സുഖമായിരിക്കുന്നല്ലോ. ദൈവം ധാരാളം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ക്രിസ്തു പുരോഹിതനാണ്, പ്രവാചകനാണ്, രാജാവാണെന്ന് തെളിയിക്കുന്ന ചില പദപ്രയോഗങ്ങൾ അല്ലെങ്കിൽ ഭേദവാക്യങ്ങൾ നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. പ്രവാചകൻ ദൈവത്തിനു വേണ്ടി മനുഷ്യനോട് സംസാരിക്കുന്നവനാണെങ്കിൽ മനുഷ്യർക്ക് വേണ്ടി ദൈവത്തോട് സംസാരിക്കുന്ന ശുശ്രൂഷയാണ് പുരോഹിതനുള്ളത്. യഹൂദ ഗോത്രത്തിൽ ജനിച്ച ക്രിസ്തു അഹരോന്യ പൗരോഹിത്യത്തിൻ്റെ പിന്തുടർച്ചയായിട്ടല്ല വന്നത്. അതിൽ നിന്നും വ്യത്യസ്തമായി ദൈവം തൻ്റെ സർവജ്ഞാനത്തിൽ മുന്നമേ ഏർപ്പാട് ചെയ്ത മൽക്കീസേദേക്കിൻ്റെ ക്രമത്തിൽ ക്രിസ്തു പുരോഹിതനായി വന്നു. നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തലനും മഹാപുരോഹിതനുമായ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുവാനാണ് എബ്രയർ 3:1 കാണുന്നത്. എബ്രയർ അങ്ങനെ വിളിച്ചു പറയുന്നു: യേശുവിൻ്റെ യാഗമരണവും ഇപ്പോഴത്തെ മധ്യസ്ഥതയുമാണ് മഹാപുരോഹിത ശുശ്രൂഷ. വെള്ള നിലയങ്കിയോടുകൂടെ യോഹന്നാൻ പത്മോസ് ദ്വീപിൽ വെളിപ്പെട്ട ദൈവത്തിൻ്റെ ശക്തി അല്ലെങ്കിൽ അവിടുന്ന് പ്രത്യക്ഷനായത് മഹാപുരോഹിതനായ ശുശ്രൂഷ എന്നതിനെ തുടരുന്നു. താൻ ശുശ്രൂഷകനാണെന്നതിലാണ് ഇത് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അതുമാത്രമല്ല, ഒരു പുരോഹിതനുണ്ടാകേണ്ടുന്ന 7 സവിശേഷതകൾ വചനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ ഒരു ക്വാളിറ്റി എന്താണ് നമുക്ക് നോക്കാം. 1. പുരോഹിതൻ ദൈവത്താൽ വിളിക്കപ്പെട്ടവനായിരിക്കണം. എബ്രയർ 5:4. 2. ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവനായിരിക്കണം. സംഖ്യ 16:5. അഭിഷേകം ചെയ്യപ്പെട്ടവനായിരിക്കണം. പുറപ്പാട് 29:7 ലേവ്യർ 21:10 കാണുന്നു. പൗരോഹിത്യ വസ്ത്രം ധരിക്കണം. പുറപ്പാട് 29:8 ലേവ്യ 21:10. യാഗമർപ്പിക്കുന്നവനാണ്. ലേവ്യ 1:7. ജനത്തിനു വേണ്ടി മധ്യസ്ഥത ചെയ്യുന്നവനാണ്. ലേവ്യ 16:19. ജനത്തെ അനുഗ്രഹിക്കുന്നവനായിരിക്കണം. സംഖ്യ 6:23-27. ഇവിടെ പ്രതിപാദിച്ചിരിക്കുന്ന 6 കാര്യങ്ങൾ നമുക്ക് ക്രിസ്തുവിൽ കാണുവാൻ കഴിയും. ക്രിസ്തു ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരും വിളിക്കപ്പെട്ടവരുമായിരുന്നു. വിളിക്കപ്പെട്ട ഒരു ആളുമായിരുന്നു കർത്താവ് പരിശുദ്ധാത്മാവിനാലുള്ള അഭിഷേകം പ്രാപിച്ചവനായിരുന്നു. അങ്ങനെ നമുക്ക് ദൈവവചനത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. അവിടുന്ന് ഇപ്പോഴും പിതാവിൻ്റെ വലത്തുഭാഗത്ത് നമുക്കായി പക്ഷപാതം മധ്യസ്ഥതയും ചെയ്യുന്ന ഒരു കർത്താവാണ്. എബ്രയർ 7:25. യേശു തൻ്റെ അനുയായികളെ അനുഗ്രഹിച്ചു നമുക്ക് കാണാൻ കഴിയും. എന്നാൽ യേശുവിൻ്റെ പൗരോഹിത്യ ശുശ്രൂഷ യെരുശലേം ദേവാലയത്തിൽ യഹൂദ ജനത്തിന് വേണ്ടി മാത്രമല്ലായിരുന്നതിനാൽ പൗരോഹിത്യ വസ്ത്രം ധരിച്ചില്ല. മാത്രമല്ല, യേശുവിൽ പാപമില്ലാതിരുന്നതുകൊണ്ട്